ഇനി എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വന്ന് നോക്കാം. ആ ദുരന്തം എന്താണ്? എന്താണ് ഈ പരിജ്ഞാനത്തിന്റെ യാത്ര ഉപേക്ഷിച്ചാലുള്ള ദുരന്തം? എബ്രായർ 6 നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര തീവ്രമായ വാണിംഗ് ആണ് ഇത്. ഓരോ വിശ്വാസിക്കുള്ള വാണിംഗ് ആണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുന്നവർ. ഏറ്റവും കൂടുതൽ ലോകാപവാദം ക്രിസ്തുവിന് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയവരിൽ നിന്നാണ്. 7-ാം വാക്യം പറയുകയാണ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നു, എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്യുന്നു അല്ലേ? പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി മനുഷ്യർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓക്കെ, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയുക അത്ര അതിന്റെ അവസാനം. അപ്പൊ മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട്, വചനം എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലെ? പക്ഷെ ഉണ്ടായി വരുന്ന കൃഷി വ്യത്യാസമാണ്. അപ്പൊ പരിജ്ഞാനത്തിലല്ലാതെ ഓടുന്നവർ ശരിക്കും എന്താ അവർക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ട് നല്ലതാണ്, വെള്ളം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്, വളമെല്ലാം കൃത്യമായിട്ട് ഇടുന്നുണ്ട്, പക്ഷെ ഉണ്ടായി വരുന്നത് മുഴുവൻ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. വിശ്വസിച്ച് എന്തൊക്കെയോ നേടുന്നുണ്ട്, എല്ലാം നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനും പൗലോസും കർത്താവിന്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാന്ന് വിചാരിച്ചു. കർത്താവ് പൗലോസിനോട് ചോദിക്കുക, പൗലോസ് നീ വിശ്വാസിയാണോ? പൗലോസ് ഉടനെ പറയാണ്, അതെ കർത്താവ്. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർപ്പൊരു തോട്ടം തിരിച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചു. പൗലോസിന്റെ കർത്താവ് പറഞ്ഞു, ഓക്കെ മോനെ, നീ നീതിയുടെ കിരീടമായിട്ട് പോയിക്കോ, സന്തോഷം. കർത്താവിനെ സ്തോത്രം ചെയ്ത നീതിയുടെ കിരീടം കർത്താവിന്റെ കാൽക്കൽ തന്നെ വെച്ച് അവനെ ആരാധിക്കും. അടുത്ത ഞാൻ എന്നോട് കർത്താവ് ചോദിക്കുക, ചേച്ചി നീ വിശ്വാസിയാണോ? അതെ. എന്താ നീ വിശ്വസിച്ചത്? എന്നെ ഓരോ ദിവസവും നീ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ നിന്നെ നടത്തിയല്ലോ. നടത്തി കർത്താവ്. എനിക്കൊരു ജോലി ഇല്ലായിരുന്നു, നീ എനിക്കൊരു ജോലി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് എന്റെ മക്കൾ സെറ്റിൽ ആവുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, നീയാണ് എനിക്ക് ജോലി തന്നത്, നീയാണ് എന്റെ മക്കൾക്ക് നല്ല ജോലി വാങ്ങിച്ചു കൊടുത്തത്, നീയാണ് എനിക്ക് സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചത്. അവസാനം കർത്താവ്, എനിക്കൊരു വീടില്ലായിരുന്നു, ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു, നീ എനിക്കൊരു ഭവനത്തെ തന്നു. എന്റെ വിശ്വാസമാണ് എന്നെ ഇത്രയും നാളും എത്തിച്ചത്. കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സാക്ഷ്യങ്ങള്? നല്ല കാര്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഓക്കെ ശരി, ബൈ ബൈ. അപ്പൊ നീതിയുടെ കിരീടം അത് നീ ചോദിച്ചില്ലല്ലോ, നീ ചോദിച്ചെല്ലാം ഞാൻ തന്നല്ലോ, അതെല്ലാം ഈ ഭൂമിയിലുള്ളതായിരുന്നല്ലോ, മേടിച്ചല്ലോ. പിന്നെ നീ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ ആ കാർ വാങ്ങിച്ചത്? ആ കാർ ഇടിച്ചാണല്ലോ നീ വന്നത്. പക്ഷെ നീ പോകുന്നതല്ലാതെ ആ കാറ് കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ വിശ്വസിച്ച് ഒത്തിരി സാധനങ്ങൾ മേടിച്ച് എല്ലാം മുള്ളും ഞെരിഞ്ഞിലുമായിരുന്നു, കത്തിപ്പോകുന്ന സാധനങ്ങളായിരുന്നു. മഴ പെയ്തത് ഒരുപോലായിരുന്നു, വചനം കേട്ടത് ഒരുപോലായിരുന്നു, ബൈബിൾ വായിച്ചതെല്ലാം ഒരുപോലായിരുന്നു. പക്ഷെ ചിലരുടെ വയലിൽ വിളഞ്ഞത് മുഴുവൻ അന്ത്യകാലത്ത് അഗ്നിയാൽ ശോധന ചെയ്യപ്പെടുമ്പോൾ നിലനിൽക്കില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് നേടിയതൊന്നും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ കൊള്ളാവുന്ന കാര്യമല്ല എന്നും മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ തല പെരുക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത്, എൻ്റെ കർത്താവെ, ഈ വിശ്വാസം കൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു ധനവും ഞാൻ കരുതാതെ ഈ ലോകത്ത് പുട്ടടിച്ച് എല്ലാം തീർത്തല്ലോ കർത്താവേ എന്ന് അപ്പോഴാ തോന്നുന്നു. ഇതാണ് പരിജ്ഞാനത്തിന്റെ ഓട്ടം ഓടാത്തവർക്ക് സംഭവിക്കുന്നത്. They become ashamed of themselves on the day of judgment. കാരണം അവർ നേടിയത് മുഴുവൻ കത്തിപ്പോകും. ഞാൻ ഒരു ദിവസം ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്ന് ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ. അപ്പൊ ഞാൻ മുട്ടുകുത്തി പകുതിയിലോട്ട് ചെന്നപ്പം കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന മാനസാന്തരം നീ വിട്ടുകളഞ്ഞാൽ നിനക്ക് വലിയ ഛേദം വരും. അപ്പൊ ഞാൻ ഓർത്തു, എന്താണ്? ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പൊ ഞാൻ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ ഓടിയില്ലെങ്കിൽ എല്ലാം കത്തിപ്പോകുന്ന അതിനർത്ഥം. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ ഞാൻ സുശേഷയിലേക്ക് 10 വർഷം ആന്ധ്ര കഷ്ടപ്പെട്ടത് കത്തിപ്പോകും. ഞാൻ സുശേഷം പറയാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ പോകുന്നു, അത് അപ്പോ ആൾക്കാരൊക്കെ നിന്നെ പൂഴ്ത്തി പറയുമ്പോൾ നീ ആനന്ദിക്കുന്നുണ്ടല്ലോ, കത്തി തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി നിൽക്കെ
ഞാൻ നല്ലതെന്ന് വിചാരിച്ചതും കർത്താവിന് പ്രസാദമെന്ന് വിചാരിച്ചതും എല്ലാം കത്തി 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 ഇല്ലാതാകുന്ന ആ കാഴ്ച എന്തൊരു കാഴ്ചയായിരിക്കും സഹോദരങ്ങളെ. അത് നമ്മൾ സങ്കടപ്പെടുന്ന പോട്ടെ, നമ്മൾ ഫലഭൂയിഷ്ടമാകാൻ വേണ്ടി സ്വന്തം രക്തം ഒഴുക്കി വേദനയോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത കർത്താവിന്റെ വേദന എന്തായിരിക്കും ആ നിലം കാണുമ്പോൾ? When we are wasting our spiritual lives by hanging on to things that would perish, misusing our faith, നമ്മൾ ശരിക്കും ദൈവത്തിന് അപവാദം ഉണ്ടാക്കുകയാണ്. നിത്യരാജ്യത്തിൽ മഹാസമ്പത്തുക്കളെ, ക്രിസ്തുവിന്റെ ധനത്തെ അവകാശമാക്കുവാൻ നമുക്ക് ഉപയോഗമാകേണ്ടിയിരുന്ന ഫെയ്ത്ത് നമ്മുടെ പരിജ്ഞാനത്തിലേക്ക് പോകാതെ ലോകത്തിൽ ശിശുക്കളെ പോലെ ജഡീകന്മാരായി ജീവിച്ച് നശിപ്പിക്കുന്നതിന്റെ കഥയാണ് ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഹൗ ഹോറിബിൾ, ഹൗ ഡിസപ്പോയിന്റിങ്. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയുക അത്ര എന്റെ അവസാനം. ഇതിന്റെ ഒരു പാരലൽ പാസേജ്, ഞാനിത് വിശദീകരിക്കാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതിന്റെ ഒരു പാരലൽ പാസേജ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്. ക്രിസ്തു എന്ന അടിസ്ഥാനം നമ്മൾ 6-ാം അധ്യായം 1-2 വാക്യത്തിൽ കാണുന്നുണ്ട്. ഈ അടിസ്ഥാനം പിന്നെ ഇടാതെ ആ അടിസ്ഥാനം അവിടെ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അതിന് മുകളിൽ നമ്മൾ എന്തു പണിയുന്നോ അത് മുഴുവൻ കത്തിപ്പോവുള്ളൂ. കാരണം എന്താ? ക്രിസ്തുവിൽ അല്ലെങ്കിൽ, സ്നേഹത്തിലല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. Our life will be wasted and we will be ashamed. ഇത്രയൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ശക്തമായ വാർണിങ്സ് ആണ് ബൈബിളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടത്തെ സംബന്ധിച്ചുള്ളത്. എങ്കിൽ പോലും നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് ഈ വാർണിങ്സ് അല്ല, പ്രോമിസസ് ആണ്, വാഗ്ദത്തങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് പല ആളുകളുടെയും വിശ്വാസത്തെ നിയന്ത്രിക്കുന്ന പ്രവാചകന്മാർ കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. ഞാനൊരു ചർച്ച ചെന്നപ്പോൾ അവിടെ ഒരു 10-20 പേര് താഴെയുള്ളൂ. അപ്പൊ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്നിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ പുതിയ 2-ാം നിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മുകളിൽ. ഞാൻ അത് കഴിഞ്ഞ പാസ്റ്റർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? അങ്ങനെ പറഞ്ഞ, പാസ്റ്ററെ വാഗ്ദത്തം ഉണ്ട് പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, എന്ത് വാഗ്ദത്തം? അല്ല, ഇതിന്റെ മുകളിൽ ഒരു നിലയും കൂടെ പണിയുന്ന വാഗ്ദത്തം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, 8-ാം അധ്യായം 8-ാം വാക്യം? പുള്ളി പറഞ്ഞു, അങ്ങനെ ബൈബിളിലെ വാഗ്ദത്തം അല്ല. ഞങ്ങളുടെ ചർച്ചിൽ 2 ആഴ്ച മുമ്പ് ഒരു പ്രവാചകൻ വന്നായിരുന്നു, അദ്ദേഹമാണ് പറഞ്ഞത് ഇതിന് മുകളിൽ ഒരു 2-ാം നില പണിയാം. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് 2-ാം നില പണിയണേ. ഞാൻ പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതൊക്കെ നശിക്കാനും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പറന്നു പോകാനിരിക്കുകയാണ്. അത് പോട്ടെ, ചർച്ച് പണിയുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ ഈ പ്രവാചകൻ പറഞ്ഞ് ഇത്ര പെട്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു. എന്നാൽ കർത്താവ് തന്നൊരു വാഗ്ദത്തത്തിൽ വിശ്വാസമുണ്ടോ? ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. വല്ല ചിന്തയുണ്ട്? എഴുതി തന്ന വാഗ്ദത്തം ചുരുട്ടി കൂട്ടി വെച്ചിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ തന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം എപ്പോഴും വാഗ്ദത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അത് ഈ ലോകത്തെ നശിച്ചു പോകുന്ന വാഗ്ദത്തങ്ങളല്ല. അത് ഉന്നതമായ, ദൈവികമായ, നിത്യമായ പ്രത്യാശയെ സംബന്ധിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. നമ്മളെ ഭയപ്പെടുത്തി അല്ല ദൈവം നമ്മളെ വിശദീകരിക്കുന്നത്. ഭയം തീർച്ചയായിട്ടും ഉണ്ട്, ഭയത്തിന്റെ റോള്, ദൈവ ഭയത്തിന്റെ റോള് കൃത്യമായിട്ടുണ്ട്. പക്ഷെ അതേസമയം നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം എപ്പോഴും ഉപയോഗിക്കുന്നത് വാഗ്ദത്തങ്ങളാണ്. അതെങ്ങനെയാണ് ദൈവം നമ്മളെ വിശദീകരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉപയോഗിക്കുന്നതെന്ന് ഇനി അടുത്തുള്ള വരികളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അടുത്ത വാക്യം നോക്കി, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ ക്രൂരമായി സംസാരിക്കുന്നെങ്കിലും, ക്രൂരമായി എന്നുള്ളത് ഞാൻ ചേർത്തതാണ്, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും, നിങ്ങൾക്ക് വിഷമം തോന്നുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ അല്ല ഞങ്ങൾ കരുതുന്നത്. നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെ, അതാണ് പ്രത്യാശ കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. നോക്കിയേ, എത്ര ബാലൻസ്ഡ്. ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് ഫാളിങ് എവേ, ബട്ട് ഞങ്ങൾ അങ്ങനെയല്ല നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും, പരിജ്ഞാനത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും, ആ ശുശ്രൂഷകരോട് കാണിച്ച സ്നേഹമല്ല, ദൈവത്തിന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിങ്ങൾ ലജ്ജിച്ചു പോയിട്ടില്ല. നിങ്ങൾ ആ ഓട്ടത്തിൽ തന്നെയാണുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ട്. പരിജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അതേസമയത്ത് ഇത് രക്ഷയിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഇവിടെ പറഞ്ഞത്. അതായത് നരകത്തിൽ പോകുന്ന കാര്യമാണ് ഈ മുകളിൽ പറഞ്ഞതെന്ന് പറയുവാണെങ്കിൽ ഈ 9-ാം വാക്യം നമ്മളെ കുഴപ്പത്തിൽ ചടിക്കും. 9-ാം വാക്യം പറയാണ്, എന്താ പറയുന്നത്?
നിങ്ങൾ ദൈവം എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നു വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടി വന്നേനെ, ഇത്രയും ചെയ്താൽ നമ്മളെ കർത്താവ് നമ്മുടെ സ്വർഗത്തിൽ കൊണ്ടുപോകും, അത് ദൈവം മറന്നു കളയല്ല. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പ്രവൃത്തിയാലല്ല സ്വർഗത്തിൽ പോകുന്നത്, ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താലാണ്. അതിന് പ്രവൃത്തികൾ കാരണമല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികളിലേക്ക് നടന്നേ പറ്റുള്ളൂ. അവരെ സൃഷ്ടിക്കുന്നതിനെ, പുനഃസൃഷ്ടിക്കുന്നതിനെ, വീണ്ടും ജനിപ്പിക്കുന്നത് തന്നെ ഈ സൽപ്രവൃത്തികൾ അവരിൽ ഉളവാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പരിജ്ഞാനത്തിന്റെ ഓട്ടത്തിൽ നിന്നുള്ള പിന്മാറ്റമായിട്ട് കാണുന്നത്. ഇനി 11-ാം വാക്യം പറയാണ്, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. എന്താണ് പ്രത്യാശ എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ഹോപ്പ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 8:23. അതാണ് പ്രത്യാശയുടെ നിർവചനം. അതുപോലൊരു നിർവചനം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലും ഉണ്ട്. നമുക്ക് ആദ്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കാം. എന്താണ് പ്രത്യാശ? 23 ഞാൻ വായിക്കാം. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ശരീരം, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ശരീരത്തിന്റെ അടിമത്തം 2-ാമത്തെ അധ്യായം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാണ്, അപ്പോസ്തലിക ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ശരീരമാണ് നമ്മളെ പാപത്തിന് അടിമകളാക്കി മാറ്റുന്നത്, അല്ലെ? അപ്പൊ ആത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ആത്മാവിന്റെ കാത്തിരിപ്പ് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. കർത്താവിന്റെ തേജസ്സിലുള്ള മടങ്ങി വരവ്, ഞാൻ തേജസ്കരിക്കപ്പെടുന്ന ആ മൊമെന്റ്, അതിനു വേണ്ടിയാണ് എന്റെ കാത്തിരിപ്പ്. ഓക്കെ. ആത്മാവെന്ന ആദ്യ ദാനം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം, അങ്ങനെയുള്ള എല്ലാവരും, ഞാനും, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്യം നോക്കി, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഞാൻ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ നിന്ന് വായിക്കുകയാണ്. And not only the creation, but we ourselves who have the first fruits of the Spirit groan inwardly as we wait eagerly for adoption as sons, the redemption of our bodies. അടുത്ത വാക്യം ഫോർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു വാക്യം ഫോർ എന്ന് തുടങ്ങുമ്പോൾ അതിനർത്ഥം ബിക്കോസ് എന്നാണ്. ബിക്കോസ് എന്ന് പറഞ്ഞൊരു വാക്യം തുടങ്ങാറില്ല. ഫോർ ഇൻ ദിസ് ഹോപ്പ് വി വെർ സേവ്ഡ്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ പ്രത്യാശ എന്താണ്? ഈ എന്നുള്ള വാക്ക് മലയാളത്തിലില്ല, ഇംഗ്ലീഷിലുണ്ട്. ദിസ് ഹോപ്പ്. അപ്പൊ എന്താണ് പ്രത്യാശ? ഒരു ഞരക്കമാണ്. എന്തിനു വേണ്ടിയുള്ള ഞരക്കമാണ്? കർത്താവിന്റെ തേജസ് നാം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഞരക്കം. നമ്മുടെ ശരീരത്തിന്റെ പുനരുത്ഥാനം, തേജസ്സോടെയുള്ള പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള ഞരക്കമാണ് പ്രത്യാശ. അപ്പൊ സ്നേഹത്തോടു കൂടിയുള്ള ആ കർത്താവിന്റെ ശരീരത്തിന്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയുള്ള ഞരക്കം. ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ ഞരങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പൊ സമയം, ഇന്ത്യൻ സമയം 10:40 10:50 ആവുമ്പോഴാണ്. ഒരു 11:15 11:30 ഇടയ്ക്ക് ഞാനിത് നിർത്തുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. 12:30 ആയിട്ട് നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തോന്നാവുന്ന ആ ഫീലിങ്ങിനാണ് ഞരക്കം എന്ന് പറയുന്നത്. സൂം ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ട് പോവാം, പക്ഷെ ചർച്ചിനകത്ത് ഇരിക്കുമ്പോൾ ഞരക്കം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. 10 മണിക്ക് പ്രസംഗം നിർത്താന്ന് പറഞ്ഞിട്ട് 10:30 ആകുമ്പോൾ പാസ്റ്റർ പറയും ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ തോന്നുന്ന ഞരക്കം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റായ്മ. നമ്മൾ ഒരു ബോറൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് സാറ് പഠിപ്പിച്ചിട്ടും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മണിയും അടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പുറകിലിരുന്ന് പൂജ്യമിട്ട് കളിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു ഞരക്കം ഉണ്ടല്ലോ, എങ്ങനെയും വീട്ടിൽ പോകുന്ന ആ ഫീലിങ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? വണ്ടി കാത്ത് നിൽക്കുമ്പോൾ എന്താ ഇത് വരാത്തത്? ആ ഫീലിംഗ്. അങ്ങനെ കർത്താവിന്റെ തേജസ്സിന് വേണ്ടി ഞരങ്ങുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇടയിൽ ഇപ്പൊ കാണാനുള്ളൊരു സാധനമല്ല. ഒരു കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പ്രത്യാശയോടെ ഞരങ്ങുമായിരുന്നു. ആ പാട്ടുകൾ നമ്മൾ കേട്ടാൽ മനസ്സിലാവും. കാന്താ താമസം എന്താവോ, അതൊരു ഭയങ്കര നിലവിളിയായിരുന്നു. അദ്ദേഹം അവസാനം തെറ്റിപ്പോയി എഴുതിയ ആള്, പക്ഷെ അതൊരു ഭയങ്കരമായ കാത്തിരിപ്പായിരുന്നു.
തേജസ്സിൽ യേശുവിൻ പൊന്മുഖം കാണാൻ അല്ലെ കാലമേറ്റ ആസന്നമായി. ഒരു കാത്തിരിപ്പാണ്. കർത്താവ് വരുമ്പോൾ എൻ്റെ ഇരുൾ നിറം മാറി ഞാൻ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും. കാത്തിരിപ്പാണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു ഞെരക്കമുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് കാണാനില്ല. ഇന്ന് എബ്രായ ലേഖനകർത്താവ് നമ്മളോട് പറയുവാണ്, ആ പ്രത്യാശയുടെ സ്വീകാരം നിങ്ങൾ അന്ത്യം വരെയും മുറുകെ പിടിക്കണം. അന്ത്യം വരെ. അങ്ങനെ നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചാൽ എബ്രായ ലേഖനം 6-ാം അധ്യായം, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കഴിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. കണ്ടോ എവിടെ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത്? ഈ വാക്യം മുഴുവൻ ആ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയമില്ലാതെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് പോകാതെ, വീണ്ടും വീണ്ടും ആദ്യ ഫലങ്ങളെ കുറിച്ച്, ആദ്യ ഉപദേശങ്ങളെ കുറിച്ച് പിന്നെയും പിന്നെയും പഠിപ്പിച്ച് വഴക്കുണ്ടാക്കി. എന്തൊരു വഴക്കാ ഫേസ്ബുക്കിലൊക്കെ. ആദ്യ പാഠങ്ങൾ പറഞ്ഞ ഇവർക്ക് ആർക്കും പരിജ്ഞാനത്തോട് പോകണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങളുടെ ഭാഗം തെളിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉപദേശം ആവശ്യമാണ്. നമ്മുടെ ചർച്ചകൾക്ക് അതിന്റെ ഉപദേശത്തിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിജ്ഞാനത്തിലേക്ക് പോകാനാണ്. ആ പരിജ്ഞാനത്തിലേക്ക് പോകാതിരുന്നാൽ നിങ്ങൾ മന്ദതയുള്ളവരായിരിക്കും. ആ മന്ദതയുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ ഓർമ്മയുണ്ടോ നമുക്ക് എവിടെ നിന്ന് ഈ ഡിസ്കഷൻ തുടങ്ങിയതെന്ന്? മന്ദത. ഈ ആത്മീക മന്ദതയുടെ കാരണം എന്താന്നാ? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മന്ദതയുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരാൻ പ്രയാസം. ആ മന്ദതയെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രസ്താവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് ഈ മന്ദതയെ കുറിച്ച് സംസാരിക്കുന്നത്. നോക്കി, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ ഇതുവരെയുള്ള ചർച്ചകൾ മൊത്തം മന്ദതയെ കുറിച്ചായിരുന്നു. വൈ ദ ഹീബ്രു ബിലീവേഴ്സ്, ദ ബിലീവേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രു, വൈ ദേ ബിക്കെയിം സ്ലോ ടു ഹിയർ. അതിന്റെ കാരണം പലരും ഈ അടിസ്ഥാന ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് അവിടെ സ്റ്റക്ക് ആയിപ്പോയി. ദേ ഡിഡ്ന്റ് സ്റ്റാർട്ട് ബെയറിംഗ് ഫ്രൂട്ട്. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും വചനം മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് ആ വാക്യം നമ്മളെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി 13-ാം വാക്യം നോക്കിക്കേ. ഇനി ദൈവത്തിന്റെ ആണയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ മങ്ങുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ മന്ദതയുള്ളവരാകുന്നത്? ദാറ്റ്സ് ദ റീസൺ വൈ വി ബിക്കം സ്ലോ ടു ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇന്ന് നമുക്ക് എന്താ നമ്മുടെ ജനത്തിനൊന്നും മനസ്സിലാകാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 50-70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാര് പാട്ട് എഴുതുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അതിനകത്തൊന്നും വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളില്ല, ദുരുപദേശങ്ങളില്ല. അവർക്ക് ബൈബിൾ കോളേജും ഇല്ല, ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇന്ന് എല്ലാം ഒന്നും മനസ്സിലാകുന്നില്ല ആളുകൾക്ക്. എന്താ അതിന്റെ കാരണം? പ്രത്യാശയുടെ സ്വീകാരം നഷ്ടപ്പെട്ടു പോയി. ഉറപ്പില്ല, ആർക്കും സ്വർഗത്തിലോട്ടുള്ളവരാണ് ഞങ്ങളെന്ന് ഉറപ്പില്ല. അപ്പൊ പ്രത്യാശ നഷ്ടപ്പെട്ടു. ആ പ്രത്യാശ അന്ത്യം വരെയും നമ്മൾ പിടിച്ചുകൊണ്ടാൽ, നമ്മൾ കർത്താവിന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചാൽ നമ്മൾ മന്ദതയുള്ളവരാവുകയില്ല. അപ്പൊ പ്രത്യാശ തകർന്നാൽ നമ്മൾ മന്ദതയുള്ളവരാകും. ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് യുവർ ഇൻഹെറിറ്റൻസ് ഇൻ ഹെവൻ, യു വിൽ ലൂസ് യുവർ zeal and you will become below ordinary, like children, like carnal people. 13-ാം വാക്യത്തിൽ ഈ ദൈവത്തിന്റെ രക്ഷയുടെ ആണ എന്താന്നാണ് വായിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ദാറ്റ് മീൻസ് ലോകത്തിൽ എന്തിനെ കുറിച്ച് ആണയിട്ടാലും അതിനേക്കാളും വലിയ ആണയാണ് ദൈവത്തെ കുറിച്ചുള്ള ആണ. അതിനു മുകളിൽ ആരുമില്ല. അപ്പൊ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിനകത്ത് ഒരു ആണയുണ്ടായിരുന്നു. ആണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ കുറിച്ച് തന്നെയുള്ള ഒരു ആണയായിരുന്നു. അതായിരുന്നു അബ്രഹാമിന് ഭയങ്കരമായ പ്രത്യാശയുടെ അടിസ്ഥാനം. ഗോഡ് ഹാസ് സ്വോൺ സംതിങ്. ആണയിട്ടിരിക്കുക, അവന് മുകളിൽ ഒന്നും ഇല്ല.
അപ്പൊ അത്രയും ഭയങ്കര ഒരു ആണയിലാണ് എന്ത് ലഭിച്ചത്? ഈ ആളുകൾ വിശ്വാസത്തെ പ്രാപിച്ചത്, അബ്രഹാം വിശ്വാസത്തെ പ്രാപിച്ചത്. ഓക്കെ, എന്തായിരുന്നു എന്തായിരുന്നു സത്യം ചെയ്തത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തെന്ന് അബ്രഹാമിന്റെ അരുളി ചെയ്തു. അപ്പൊ ആണയിട്ട് അരുളി ചെയ്തു, തന്നത്തെ ദൈവം അവനെ കൊണ്ട് തന്നെ ആണയിട്ടു. ഓക്കെ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു. എന്തുകൊണ്ടിരുന്നു? ബിക്കോസ് there was an ആണ, അല്ലെ, എ പ്രോമിസ്, എ സോൺ പ്രോമിസ്, ആണയിട്ട വാഗ്ദത്തം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അപ്പൊ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായാൽ അതിനേക്കാൾ വലിയൊരാളുടെ പേരിലാണ് ആണ. ആ ആണ കൊണ്ട് ഈ വാദം എല്ലാം തീർന്നോളും. കാരണം അങ്ങനെയാണ് ആണയുടെ സെറ്റപ്പ്. അപ്പൊ മനുഷ്യർ ഇപ്പോഴും അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളെ കൊണ്ടാണ് ഈ ആണ ഇടുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവം പറയുമ്പോൾ ചുമ്മാ പറഞ്ഞാൽ മതിയായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും മതി, ആണ ഇടണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആണ ഇടണ്ടെന്ന്. പക്ഷെ ദൈവം എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്? കർത്താവ് എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത്? ആമേൻ ആമേൻ, ഞാൻ സത്യം സത്യമായും നിങ്ങളോട് പറയുന്നു, അല്ലെ? അങ്ങനെ പറയുന്നത്. അതിന് എന്തിനെങ്കിലും വെച്ചല്ല ആണ ഇടുന്നത്, അവനെ കൊണ്ട് തന്നെയാണ് ആണ ഇടുന്നത്. ദൈവത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. ആണ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റാത്ത പ്രോമിസാണ്. പ്രോമിസ് ബൈ സോൺ സ്റ്റേറ്റ്മെന്റ്, സോൺ അഫിഡവിറ്റ്, ആണയിട്ടുള്ള വാഗ്ദത്തം. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോമിസസ് എല്ലാം ആണയിട്ടുള്ള വാഗ്ദത്തമാണ് അബ്രാഹിമിന് കൊടുത്തത്. അതുകൊണ്ട് ഈ പ്രോമിസസിന് നമ്മൾ സംശയിക്കാൻ പാടില്ല. ഓക്കെ, ഇതെന്താണ് ഈ ആണ എന്നൊക്കെ 18-ാം വാക്യം. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ, ആ ഞരക്കം പിടിച്ചുകൊള്ളുവാൻ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ അഷുറൻസ് നമുക്ക് ലഭിക്കാൻ. മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവന്നു. രണ്ട് കാര്യങ്ങളാണ് വാഗ്ദത്തത്തിലുള്ളത്, ആണയിലുള്ളത്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. എന്താണ് ദൈവം നൽകുന്ന രണ്ട് ആണകൾ? ഈ രണ്ട് ആണകളാണ് നമ്മുടെ പ്രത്യാശയെ ഉറപ്പുവരുത്തുന്നത്. ഒന്ന്, ആ പ്രത്യാശ നമുക്കൊരു ആത്മാവിന്റെ നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കിടക്കുന്നതുമാണ്. ഓക്കെ, ഇപ്പൊ 18ഉം 19ഉം വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ രണ്ട് ആണകൾ അതിനകത്ത് കാണാം. ഞാൻ രണ്ടാമത്തെ ആണയാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തെ ആണ എന്താന്ന് നോക്കിയേ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. ആ ശരണത്തിനായി ഓടി വരുന്നതോടുള്ള ആണ എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ നാമം, ബലമുള്ള ഗോപുരം, അവനെ ശരണം പ്രാപിക്കുന്നവരാരും ഒരിക്കലും നശിച്ചു പോവുകയില്ല, വാഗ്ദത്തം പ്രാപിക്കും. നമ്മൾ കർത്താവിനെ അഭയം ചൊല്ലുന്നവൻ ആരും നശിച്ചു പോകില്ല. അത് കർത്താവിന്റെ ആണയാണ് പഴയ നിയമത്തിൽ. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആണ. ഒന്നാമത്തെ ആണ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ച് കർത്താവിലേക്ക് എത്തുന്നവർക്ക് നിത്യമായ ആശ്വാസം എന്നുള്ള ആണയാണ്. അതായത് ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. ഇനി രണ്ടാമത്തെ ആണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന ആ ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശയാണ്. അപ്പൊ ആത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ എന്താണ് വഴി? ഈ ആണയാണ്. അത് പ്രത്യാശയുടെ നങ്കൂരമാണ്. ഓക്കെ, നമ്മളിത് ഇങ്ങനെ കണ്ടാൽ മതി. പോഷ്ക് പറയാൻ പറ്റാത്തതുമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവനെ ശരണം പ്രാപിക്കുന്നവരൊന്നും ലജിച്ചു പോകില്ല. അവനെ ഓടി അഭയം പ്രാപിക്കുന്ന ആരും ലജിച്ചു പോകില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ അവൻ ശക്തനാകും. ദാറ്റ്സ് ഗോഡ്സ് ആണ, സോൺ പ്രോമിസ്. അതുപോലെ തന്നെ രണ്ടാമതൊരു സോൺ പ്രോമിസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ പ്രത്യാശയാണ്. പ്രത്യാശയാണ് ആത്മാവിന്റെ നങ്കൂരം, ആത്മാവിന്റെ സ്റ്റെബിലിറ്റി,
നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഉറച്ചു നിൽക്കുന്നത് ഈ പ്രത്യാശയുടെ മേലാണ്. അപ്പൊ പ്രത്യാശ പിടിച്ചുകൊണ്ടാൽ ആ പ്രത്യാശ ദൈവത്തിന്റെ സോൺ വാഗ്ദത്തമാണ്. അതെന്താണ്? അത് ആത്മാവിന്റെ, ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. അപ്പൊ ഒന്ന് ഫോർഗീവ്നെസ് ഓഫ് സിൻസ് ആണ്, മറ്റൊന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയാണ്. ഇത് രണ്ടുമാണ് ദൈവത്തിന്റെ ആണയോടെയുള്ള നിശ്ചയിക്കപ്പെട്ട് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. നിങ്ങൾക്ക് കർത്താവിൽ പ്രത്യാശയുണ്ടോ? അവരുടെ കാത്തിരിപ്പിന് വേണ്ടി ഞരക്കമുണ്ടോ? ആ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. എത്ര അത്ഭുതകരമായ പ്രത്യാശ! ഭംഗം വരുന്നില്ല. അതാണ് പറയുന്നത്. പ്രത്യാശയുടെ പ്രത്യേകത എന്താണ്? അതിനൊരു കാലത്തും ഭംഗം വരുന്നില്ല. ദൈവികമായ പ്രത്യാശ എന്ന ആണയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ? ടു ദാറ്റ് സോൺ അഫിഡവിറ്റ് ഓഫ് പ്രത്യാശ, ഹോപ്പ്, സോൺ പ്രോമിസ്, സോളം പ്രോമിസ് ഓഫ് ഹോപ്പ്. ആ ഹോപ്പ് എന്ന ആത്മാവിന്റെ നങ്കൂരത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ? അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് പ്രവേശിക്കുന്നതും ആകുന്നു. അപ്പൊ തിരശീലക്കകത്തേക്ക് പ്രവേശിക്കുന്ന ആ ആത്മാവിന്റെ നങ്കൂരമാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ആണ. ഒന്നാമത്തെയാണ് കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷയാണ്, ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നവർക്ക് ശരണം നൽകുന്ന, കുറ്റത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അവന്റെ ക്രൂശ് മരണത്താൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന ആ ശരണത്തിനായി ഓടി വരുന്നവരോട് കൊടുക്കുന്ന ആണയാണ് ഒന്ന്. മറ്റൊന്ന് പ്രത്യാശയുടെ ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശയിലൂടെ നിശ്ചയവും സ്ഥിരവുമായ തിരശീലക്കകത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ആ ആണയാണ്. ഈ രണ്ട് ആണകളാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം, നമ്മുടെ ഉറപ്പിന്റെ അടിസ്ഥാനം, നമ്മുടെ മന്ദത അകറ്റുന്ന ആ ദൈവിക പ്രവൃത്തിയുടെ അടിസ്ഥാനം. 20-ാം വാക്യം പറയുന്നു, അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ നങ്കൂരം സ്ഥിരമാണ്, തിരശ്ശീലയ്ക്കകത്തേക്ക് കിടക്കുന്നതാണ്. കാരണം നമുക്കൊരു മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. നോക്കിയേ, എബ്രായ ലേഖനത്തിന്റെ ആ ബ്യൂട്ടി എന്ന് പറയുന്നതിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഈ മഹാപുരോഹിതൻ കാരണമാണ് നമുക്ക് ലജ്ജിക്കേണ്ടത്. ഈ മഹാപുരോഹിതൻ ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പ്രത്യാശയിൽ കോൺഫിഡൻസ് ഉള്ളത്. അപ്പൊ ശരിക്കും 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന, 13-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന ചർച്ച 20-ാം വാക്യത്തിൽ താൽക്കാലികമായാണ് തീർക്കുന്നത്. ഇവിടെയും തീരുന്നില്ല അത്. അതായത് നമ്മുടെ അകം പുറം അറിയാവുന്ന മഹാപുരോഹിതൻ നമുക്ക് ആകാശത്തിൽ കൂടി കടന്നുപോയവനായിട്ടുണ്ട്. അവൻ തിരശ്ശീലയിലൂടെ കടന്നുപോയത് എപ്പോഴാണ്? യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി അവിടെ പ്രവേശിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ അവിടെ നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്. എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? അപ്പുറത്ത് ചെല്ലുന്നുള്ള പ്രത്യാശ നിങ്ങൾക്ക് ഇത്രയെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയെങ്കിലും ഈ പ്രസംഗം കേട്ടിട്ട് ഇത്രയെങ്കിലും ഒരു പ്രത്യാശയുടെ നങ്കൂരത്തിൽ പിടിക്കാൻ തോന്നുന്നുണ്ടോ? We will not be abandoned because God has sworn a hope to us. നമുക്ക് ദൈവം ആണയിട്ട് തന്നൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ തകർന്നാൽ നമുക്ക് പരിജ്ഞാനത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റാതെ നമ്മൾ മന്ദതയുള്ളവരായി മാറും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശയുടെ നങ്കൂരം നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറുകയും മന്ദത മാറുകയും കട്ടിയാഹാരം കഴിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നത്. ഈ പ്രത്യാശ നമുക്ക് തരുന്ന ഉറപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യാശയുടെ ഒരു നിർവചനം കൊണ്ട് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് വായിക്കാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ അവനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. എന്ത് പ്രത്യാശ? അവനെ പോലെ ഞാനും ആകും, തേജസ് ഞാൻ പ്രാപിക്കും, കർത്താവിനെ പോലെ ആകും. അതാണ് ആത്മാവിന്റെ നങ്കൂരം. ആത്മാവ് നമ്മിൽ ഉറച്ചു നിൽക്കുന്ന നങ്കൂരം എന്ന് പറയുന്നത് ഈ പ്രത്യാശ നമുക്ക് തന്നിട്ടാണ്. പ്രത്യാശ എന്ന നങ്കൂരമാണ് ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എറിയുന്നത്. That's why we have a blessed hope that will never disappoint us. ആ പ്രത്യാശയ്ക്കോ ഒരു നാളും ഭംഗം വരുന്നില്ല. ഇതേ വാക്യം തന്നെ നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലും വായിക്കാൻ പറ്റും. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ, റോമാലേഖനം 5-ലും ഉണ്ട്. നമ്മൾ 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ ഇതേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, 11-ാം വാക്യം നോക്കിക്കേ. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. 12-ാം വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി. കണ്ടോ, എന്താ പ്രത്യാശ?
ദാറ്റ്സ് റിലേറ്റഡ് ടു തേജസ്, മഹത്വം, ഗ്ലോറി. എപ്പോഴും ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്ലോറി ബൈബിളിൽ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ എപ്പോഴും അതുണ്ട്. ഹോപ്പ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ഗ്ലോറി. ഓക്കെ, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചെവിയുടെ മന്ദത മാറ്റുന്നത് എന്താണ്? ഈ പ്രത്യാശയാണ്. അത് കർത്താവിന്റെ മഹാപൗരോഹിത്യത്തിൽ നിന്ന് വരുന്നതാണ്. രണ്ടാണയാണ് അതിനുള്ളത്. ഒന്ന്, അവന്റെ ക്രൂശ് മരണത്തിലൂടെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നുള്ളതും, മറ്റൊന്ന്, നമുക്ക് എന്നേക്കുമായി പ്രവേശിക്കുവാൻ അവൻ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രത്യാശ ഉണ്ടെന്നുള്ളതുമാണ്. ഇത് രണ്ടും ദൈവം ആണയാൽ നമുക്ക് തന്നതാണ്. ഈ ആണ് നമുക്ക് എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും മാറ്റം വരാത്തതുമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 6-ാം അധ്യായത്തിന്റെ ഏതാണ്ട് ഒരു എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ താഴെ എഴുതിക്കോളൂ. ഇനി 7-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്താണോ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ് മിസ്സാക്കിയത്, ഇത് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ അപ്പോസ്തലിക എഴുത്തുകളുടെ മനോഹരത്വം കണ്ടിട്ടാണ്. 5-ാം അധ്യായത്തിന്റെ അവസാനം ചെവി മന്ദതയുള്ളവരാണ്, കേൾക്കാൻ മന്ദതയുള്ളവരാണെന്ന് പറഞ്ഞ കർത്താവിന്റെ കുറെ കാര്യങ്ങൾ പൗലോസ് മാറ്റിവെച്ചാൽ. ആ തമിഴിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ മൽക്കിസദേക്കിനെ കുറിച്ച് ഇനി ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും പറയുന്നില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പൗലോസ് 6-ാം അധ്യായത്തിൽ ആ മന്ദത എന്നുള്ള വിഷയം ശരിക്കും അങ്ങ് കൈകാര്യം ചെയ്യുവോ? പൗലോസ് തന്നെ ഞാൻ അങ്ങ് ഉറപ്പിച്ച് പറയുക, ആ മന്ദത എന്നുള്ള വിഷയം 6-ാം അധ്യായത്തിൽ ശരിക്കും പൗലോസ് കൈകാര്യം ചെയ്ത ശേഷം പറയാണ്, പ്രത്യാശ നിങ്ങൾ മുറുകെ പിടിച്ചിട്ട് ഇനി 7-ാം അധ്യായത്തിലേക്ക് പോവാം. അപ്പൊ 7, 8, 9 അധ്യായങ്ങളിൽ മൽക്കിസദേക്കിന്റെ ശുശ്രൂഷ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ വിശദീകരണം പൗലോസ് കൊടുക്കുമ്പോൾ, പൗലോസ് ഞാൻ പിന്നെ ഉറപ്പിച്ച് പറയുന്നു, പൗലോസ് കൊടുക്കുമ്പോൾ അവൻ 6-ാം അധ്യായത്തിൽ അത് കേൾക്കാൻ നമ്മുടെ ചെവികളെ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതായത് ആ മന്ദത മാറ്റാൻ വേണ്ടിയുള്ള ഉപദേശമാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വി നീഡ് ടു ബി വെരി വാച്ച്ഫുൾ ആൻഡ് കെയർഫുൾ ആസ് ടു ഹൗ വി ആർ ലിവിങ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ലിപ്പ് ആവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വെളിയിൽ നമ്മൾ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങിയോ? അത് നമുക്കൊരു ദുർഗമാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ഥിരമായ ആത്മാവിന്റെ നങ്കൂരം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് പ്രത്യാശയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ഫലം പുറപ്പെടുവിക്കാതാവും, മന്ദതയുള്ളവരാകും, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തവരാകും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒന്നും വിഷമിക്കരുത്. ഈ പറയുന്നതെല്ലാം നിങ്ങൾ മറന്നുപോകും, ഒരു സംശയമില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ആദ്യം പറഞ്ഞ എന്താ, രണ്ടാമത് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവില്ല. അത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുക. ലോകത്തിൽ ഏത് പ്രസംഗം കേട്ടാൽ ഓർക്കുമായിരിക്കും, പക്ഷെ ഇത് നിങ്ങൾ ഓർക്കാൻ പോകുന്നില്ല. കാരണം ഇതൊരു പ്രസംഗമല്ല, ഇത് വചനം. വചനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് വിധക്കാരന്റെ ഉപമ പറഞ്ഞ പോലെ കുറെ വഴിയരികിൽ വീഴും, അത് പർവ്വജാതികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. ശരിക്കും നമ്മൾ മറന്നു പോകുന്നല്ല, കാക്ക കുത്തിക്കൊണ്ട് പോകുന്ന ഈ വചനം മാത്രമേ പൊക്കിക്കൊണ്ട് പോകുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കഥയും നിങ്ങൾ മറക്കില്ല, പക്ഷെ ഈ വചനം മറന്നു. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ പലതരം ചിന്തകളിൽ നടക്കുന്നവരാ. അതിനിടയിലാണ് നമ്മൾ കുറച്ച് വചനം കേൾക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ കൊറോണയെ കുറിച്ചും ജോലിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാ. വീട്ടിൽ ചെന്നാൽ അതൊക്കെ ആയിരിക്കും ചിന്ത. അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ കാക്കകൾ, ഈ കൊറോണ കാക്കയും ഈ രാഷ്ട്രീയ കാക്കകളും ഇങ്ങനെയുള്ള പലതരം കാക്കകൾ വന്ന് ഈ വചനം വളരെ പെട്ടെന്ന്, അത് ഫലം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തിന് അടിച്ചു മാറ്റിക്കളെ. അതുകൊണ്ട് ഇത് പിന്നെ മറന്നുപോകും, എത്ര പ്രാവശ്യം കേട്ടാലും മറന്നുപോകും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വചനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കഥയും കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഓർക്കും, ഇത് ഓർക്കൂല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, മറക്കരുത്. നാളെ നമ്മൾ വൈകിട്ട് കാണുന്നതിന് മുമ്പ് ഈ എബ്രായ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഇപ്പൊ തന്നെ വായിക്കണം. വായിച്ചാൽ അത് നാളെ വൈകിട്ടിന് മുമ്പ് വായിച്ചു തീർക്കണം. ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും, ഒരു വാക്ക് പോലും മറക്കാതെ ഓർക്കും. കാരണം ഈ വചനത്തിൽ നിന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വെളിയിൽ നിന്നൊന്നും എടുത്തിട്ടില്ല, ഒരു കൊട്ടേഷൻ പോലും വെളിയിൽ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ വായിച്ചാൽ ഇതാണല്ലോ, ഇതാണല്ലോ ഓർക്കും. അത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെറുതെ ആയിപ്പോവും, മറന്നുപോകും. ടീച്ചർമാർ പണ്ട് ചെറുപ്പകാലത്ത് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഒരിക്കൽ കൂടി ദയവായിട്ട് ഇത് ഒരിക്കൽ കൂടി വായിക്കണം. അപ്പൊ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചെടുക്കാൻ പറ്റും. എനിക്ക് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വായിക്കുമ്പോൾ എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഇത് എത്ര വാക്യങ്ങളെ നമ്മൾ കൺക്ലൂഡ് ചെയ്തെന്നറിയോ? എത്രയോ ചോദ്യങ്ങളെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ അവസാനിപ്പിച്ചത്. ഒന്ന്, മഹാപുരോഹിതനായ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ലജ്ജാകരമായ രഹസ്യങ്ങൾ നമ്മളെ രക്ഷിക്കുന്നത്? അവന്റെ മുമ്പിൽ സകലത് നഗ്നവും മലർന്നതുമായി കിടക്കും. നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്താണ്? നങ്കൂരം എന്താണ്? അതൊരു ഡിസ്കഷൻ ആയിരുന്നു.
മറ്റൊന്ന്, മന്ദത ബാധിച്ചവര് എങ്ങനെയാണ് ആ മന്ദതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരം കിട്ടി. 3, മൽക്കിസദേക്കിനെ കുറിച്ച് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. ഇനി പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ ലേഖനകർത്താവ് ഈ വായിക്കുന്നവർ എത്തിക്കുന്നതെന്നും നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലായി. അപ്പൊ ഇതെല്ലാം ഒന്നിച്ചൊരൊറ്റ ഹോളായിട്ട് നമ്മുടെ തലക്കകത്തോട്ട് പോകണമെങ്കിൽ ഇതൊന്നിച്ചൊന്ന് വായിക്കണം. ഓക്കെ, നമ്മൾ 7-ാം അധ്യായത്തിന്റെ പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ 7-ാം അധ്യായം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കേണ്ട ഒരു അധ്യായമാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ തീർന്നു പോകുന്ന ഒരു അധ്യായം കൂടെയാണ്. ഇന്നിനി ഇത് തീർക്കാൻ സമയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും നമുക്ക് കുറച്ച് മുൻപോട്ട് പോകാൻ കഴിയും. മൽക്കിസദേക്ക് ആരാണ് ശരിക്കും എന്നൊരു ചോദ്യം ഈ ലേഖനം പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കും. കാരണം പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ വിടുന്നുണ്ട്. പൗലോസിന് അറിയാമായിരുന്നു, പക്ഷെ പറയുന്നില്ല. മൽക്കിസദേക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സംശയം തോന്നുന്നത് യേശുക്രിസ്തു തന്നെയാണോ മൽക്കിസദേക്ക്? പക്ഷെ അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാനും പറ്റാത്ത അവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു വാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രമാത്രം തെളിവുകളാണ്, യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനേകം തെളിവുകൾ നമുക്ക് അവിടെ കാണാം. 1-ാമത്തെ വാക്യം തന്നെ പറയുന്നത്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക്. ഈ പുരോഹിതൻ ഏത് യാഗം അർപ്പിച്ചത്? എങ്ങനെയാ പുരോഹിതനായത്? ആർക്കു വേണ്ടിയാ മധ്യസ്ഥയാണ്? ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു കാര്യം അറിയാം, ഈ പുരോഹിതന്റെ രാജ്യത്തിന്റെ പേര് ശാലെ, സമാധാനം. അങ്ങനെ ഒരു രാജ്യം ആ കാലത്ത് ആ നാട്ടിലെങ്ങും ഇല്ല. ശാലേം രാജ്യത്തിന്റെ രാജാവും പുരോഹിതനുമായവൻ, അതും അത്യുന്നതനായ ദൈവത്തിന്റെ ഡയറക്റ്റ് പൗരോഹിത്യം. ആർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമല്ല. ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ഇനി മൽക്കിസദേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കേട്ടാലോ? അതും വളരെ രസമാണ്. എബ്രഹാം അവന് സകലത്തിനും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്. മൽക്കിസദേക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീതിയുടെ രാജാവ്. പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു വിളിപ്പേരാണോ? നീതിയുടെ രാജാവും സമാധാനത്തിന്റെ രാജാവുമായവൻ എബ്രഹാമിനെ എതിരേറ്റ് ചെയ്യുന്നു. അന്നാണോ എബ്രഹാം യേശുക്രിസ്തുവിന്റെ നാളിനെ കണ്ട് സന്തോഷിച്ചത്? അറിയില്ല. Certain things are mysterious in the Bible. ഇനി അടുത്ത വാക്യം അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അവന് പിതാവില്ല, മാതാവില്ല. That means he was not born. പിതാവും മാതാവും ഇല്ലെങ്കിൽ he was not born. വംശാവലി ഇല്ല. He was not born of anyone. ജീവാരംഭവും ജീവാവസാനവും ഇല്ല. That means he was eternally there. തുടങ്ങിയിട്ടില്ല, തീർന്നിട്ടും ഇല്ലാത്ത ആളാണ്. How? Who is that? അവൻ ദൈവപുത്രന് തുല്യനായി, എന്നേക്കും പുരോഹിതനായി. ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. ആരംഭമില്ല, അവസാനമില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം പുനരുത്ഥാനത്തോടെ തുടങ്ങിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണെങ്കിൽ അവൻ ഇറ്റേണലി പ്രീസ്റ്റാ, നിത്യ പൗരോഹിത്യം. എബ്രഹാമിന്റെ കാലത്തും കർത്താവുണ്ട്, പുരോഹിതനായിട്ടുണ്ട്. മൽക്കിസദേക്ക് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം, കാരണം അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തിയോളജിക്കലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ സാമാന്യമായി ഏത് മനുഷ്യനും അങ്ങനെ അനുമാനിക്കാവുന്ന രീതിയിലുള്ള സദൃശ്യങ്ങളുണ്ട്. കാരണം സ്വയംഭൂവായ, പിതാവും മാതാവും ഇല്ലാത്ത, ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത ദൈവമല്ലാതെ ആരാണുള്ളത്? പക്ഷെ അവിടെയും നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബൈബിൾ കൺക്ലൂഡ് ചെയ്യാത്ത, സൈലന്റ് ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കയറി ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതിനൊന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല, ഒന്നും എടുക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, കൂട്ടിച്ചേർക്കുന്നില്ല, ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ കേട്ടോ. അപ്പം ഈ ലേഖനകർത്താവ് മൽക്കിസദേക്കിനെ മഹാനായി ഉയർത്തുകയാണ്. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷണ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. ഇനി അടുത്ത നോക്കിയേ, ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം
ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. കണ്ടോ? അപ്പൊ ദശാംശം കൊടുക്കുന്നത് അബ്രഹാമിന് ബയോളജിക്കൽ ചിൽഡ്രനിൽ നിന്നാണ് ദശാംശം. അത് ആർക്കേ ഉള്ളൂ? ലേവ്യർക്ക് മാത്രമേ ഉള്ളൂ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്കാണ് ഈ ദശാംശം വാങ്ങിക്കാനുള്ള റൈറ്റ് ഉള്ളത്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് വന്നവർക്കാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ എബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചവനെ വേറൊരുത്തൻ വന്ന് അനുഗ്രഹിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ ഹു ഇസ് ദിസ് മാൻ ബ്ലെസ്സിങ് എബ്രഹാം? അപ്പൊ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രാപിച്ച എബ്രഹാമിനേക്കാളും വലിയവൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. അപ്പൊ എബ്രഹാമിനെ അനുഗ്രഹിച്ച് മൽക്കിസദേക്ക് ആണെങ്കിൽ അവൻ ഉയർന്നവനാണ് എന്നാണ്. അപ്പൊ മൽക്കിസദേക്കിനെ ഉയർത്തുന്ന ഒരു പാസേജ് ആണ് ഈ വാക്യം. മൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. അപ്പോൾ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു. കണ്ടോ? Who is this Melchizedek? What do you feel? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മരിക്കുന്ന മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നു. അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ഇറ്റ്സ് സോ ഒബ്വിയസ് അല്ലെ? മരിക്കുന്നവനല്ല മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് എങ്ങോട്ട് പോയി? എബ്രഹാം എന്നാണ് ക്രിസ്തുവിന്റെ ദിനം കണ്ട് സന്തോഷിച്ചത്? ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ അത് വാങ്ങും. ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ മുൻകുറിയായി, നിഴലായി, കർത്താവിന്റെ യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിലുള്ള വരവിന്റെ നിഴലായി ചിലപ്പോൾ കർത്താവ് തന്നെ വന്നതാകാം. അറിയില്ല, നമുക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും തിയോളജി പറയാൻ പറ്റില്ല, കാരണം ബൈബിളിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സ്പെക്യുലേറ്റീവ് തിയോളജിയിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറയാന്നുള്ളതല്ലാതെ there will not be any explanation. അറിയില്ല. ബൈബിൾ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ അധികാരമില്ല. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും, മൽക്കിസദേക്കിനെ എബ്രഹാം എഴുന്നേറ്റ് ചെന്ന് വണങ്ങി. എബ്രഹാം മൽക്കിസദേക്കിനെ വണങ്ങുമ്പോൾ അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന ബയോളജിക്കലി അവനിൽ ഉണ്ടായിരുന്ന ലേവിയും ഈ മൽക്കിസദേക്കിനെ വണങ്ങിയെന്നാണ്. അപ്പൊ ലേവ്യ പൗരോഹിത്യം മുഴുവൻ മൽക്കിസദേക്കിന്റെ കീഴെയാണെന്നും താൽക്കാലികമാണെന്നും മൽക്കിസദേക്കിന്റെ പൗരോഹിത്യമാണ് എറ്റേണൽ എന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ദശാംശം വാങ്ങുന്ന ലേവിയും എബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. കാരണം ഈ ലേവിയും കൂടെ ചേർന്നാണ് ദശാംശം കൊടുക്കുന്നത്. ലേവി എബ്രഹാമിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവിയും കൂടിയാണ് അത് കൊടുക്കുന്നത്. അവന്റെ പിതാവിനെ മൽക്കിസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അടുത്ത വാക്യം, 11-ാം വാക്യം. ലേവ്യ പൗരോഹിത്യത്തിൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താവശ്യം? അപ്പൊ ന്യായപ്രമാണം പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ, അഹ്റോന്റെ ക്രമം കൊണ്ട് അത് തീർന്നിരുന്നുവെങ്കിൽ, പിന്നെ എന്തിനാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു മഹാപുരോഹിതൻ വരാൻ ആവശ്യം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ യാക്കോബക്കാരുടെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ വലച്ചു കളഞ്ഞത്. ധൂപപ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട് യാക്കോബ പള്ളിയിൽ. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച്. കേട്ടിട്ടുണ്ടോ അത്? ആ പാട്ട് യാക്കോബ സഭയിൽ നിന്ന് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടാവും. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച്. മോശ അഹ്റോനും കൂടെ പോയി ആദ്യമായി പൗരോഹിത്യം വാങ്ങിച്ചു. സ്കറിയായിക്ക് അത് നൽകി മോശ. അപ്പം പതുക്കെ മോശയുടെ പകർന്നത് വന്ന് യോഹന്നാന്റെ അപ്പനായ സ്കറിയയിലേക്ക് വന്നു. സ്കറിയ യോഹന്നാനെ കൊടുത്തു. അപ്പൊ സ്കറിയയിൽ നിന്ന് യോഹന്നാൻ കിട്ടി. യോഹന്നാൻ പുരോഹിതനായിരുന്നില്ല, പക്ഷെ നമുക്ക് പോട്ടെ, എന്തെങ്കിലും ആട്ടെ. സ്കറിയ യോഹന്നാനേക്ക്. യോഹന്നാൻ കർത്താവിന് ആ പൗരോഹിത്യം കൊടുത്തു. അപ്പൊ കർത്താവിന്റെ പൗരോഹിത്യം എവിടെ നിന്നാന്ന് പറയുന്ന യാക്കോബക്കാര്? ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായിക്ക് അത് നൽകി മോശ. സ്കറിയ യോഹന്നാനേക്ക്. യോഹന്നാൻ കർത്താവിന്. അപ്പൊ വളഞ്ഞ് ഡിസെൻഡൻസ് ആയിട്ട് വന്ന് അത് യോഹന്നാൻ മക്കളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് മക്കൾക്കൊന്നും കൊടുക്കാതെ കർത്താവിന് പിടിച്ച് പൗരോഹിത്യം കൊടുത്തു. അപ്പൊ എവിടെ നിന്ന് കിട്ടി കർത്താവിന്റെ പൗരോഹിത്യം? ഉയരത്തിന്നല്ല, യോഹന്നാനിൽ.
കർത്താവ് തന്റെ സ്ലീഹന്മാർക്കും സ്ലീഹന്മാരിത് നാനാജാതി വിഭാഗങ്ങൾക്ക് നൽകി. ഇതാണ് ഇവരുടെ കൈവെപ്പ്. ഈ കൈവെപ്പിനെയാണ് ഇവർ ഇത്ര അഹങ്കാരത്തോടെ പറയുന്നത്. അത് ലേവ്യ പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നതും. ലേവിയുടെ കടിപ്രദേശത്ത് യേശുക്രിസ്തു ഉണ്ടായിരുന്നു. വേണമെങ്കിൽ മൽക്കിസേദെക്കിനെ യേശുക്രിസ്തു വണങ്ങിയെന്ന് വരെ അവര് പറയാൻ സാധ്യതയുണ്ട്. ഏറ്റവും ദുരുപദേശങ്ങൾ നിറഞ്ഞ ഒരു പാട്ടാണ് ഇവര് പാടിക്കൊണ്ടാണ് ഇവർ ഈ പ്രാർത്ഥന നടത്തുന്നത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം വാസ് ഡിഫറെന്റ്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് മരിച്ചു പോകുന്ന മനുഷ്യരാലുള്ള ഒരു ശുശ്രൂഷയല്ല. ജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പേര് പ്രാപിച്ചവൻ, നിത്യം ജീവിക്കുന്നവൻ, അവൻ അവസാനമില്ലാത്തവൻ, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവന്റെ ആത്മാവിന്റെ നങ്കൂരം ആയ പ്രത്യാശ നമുക്ക് അവന്റെ മേലുണ്ട്. പ്രത്യാശ എന്ന ആത്മാവിന്റെ നങ്കൂരം. ആത്മാവ് നങ്കൂരം ഇടുന്നത് ഈ മഹാപുരോഹിതന്റെ മേലുള്ള അവന്റെ ശുശ്രൂഷകളുടെ മേലുള്ള ആ ഉറപ്പിന്മേലാണ്, ആണയുടെ മേലാണ്. ഓക്കെ, നമ്മുടെ വിശ്വാസം എന്തിനെ ആസ്പദമാക്കിയിരിക്കുന്നു? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനും നശിച്ചു പോകുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും, അതുപോലെ തന്നെ മഹാപുരോഹിതനായ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായവൻ തന്റെ ദേഹമെന്ന തിരശീല കീറി എന്നേക്കുമായി നമുക്ക് വേണ്ടി സ്ഥാപിച്ച് ജീവന്റെ പുതുവഴിക്ക് അകത്തേക്ക് ചെല്ലുന്ന ആ പ്രത്യാശയാലുമാണ് ദൈവത്തിന്റെ ആണ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷാ അനുഭവം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആണയിലേക്ക് കിടക്കണം. വി ഷുഡ് എൻറ്റർ ഇൻ ടു ദാറ്റ് റെസ്റ്റ്. നാലാമതായി നമ്മൾ അതാ പറയുന്നത്, വി ഷുഡ് എൻറ്റർ ഇൻ ടു ദാറ്റ് റെസ്റ്റ് ലെസ്റ്റ് വി ഫെയിൽ ബൈ ഓവർ റിഡൺ ബൈ ഗിൽറ്റ്. നമ്മൾ ആ റെസ്റ്റിലേക്ക് കിടക്കണം. അതുപോലെ പ്രത്യാശയുടെ നങ്കൂരത്തിലേക്ക് കിടക്കണം. യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കിടക്കണം. അതുകൊണ്ട് ഇനി നമ്മൾ മന്ദതയുള്ളവരായിക്കൂടാ, പ്രത്യാശയുള്ളവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഞെരങ്ങുന്ന, പുത്രത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഞെരക്കം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രത്യാശയുടെ നങ്കൂരം നമുക്ക് പ്രാപിക്കാനും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്കുള്ള ഓട്ടം ഓടാനും നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ 7-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും 8ഉം 9ഉം അധ്യായങ്ങൾ നാളെ നമ്മൾ ദൈവത്തിന്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഗോപുരം ഞങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി തരികയും ഭംഗം വരാത്ത പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കുകയും അത് ആത്മാവിന്റെ നങ്കൂരമായി ഞങ്ങൾക്ക് ദാനം നൽകുകയും ചെയ്ത അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ശരണം പ്രാപിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ലെന്നും അവർക്ക് നിത്യമായ ഒരു സങ്കേത പട്ടണത്തിന് ഉള്ള ഒരു പ്രത്യാശ ഉണ്ടെന്നുമുള്ള ദൈവത്തിന്റെ 2 ആണകളുടെ മേലെ കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വെക്കുന്നു. കർത്താവ്, ഞങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ഞങ്ങൾ ഈ വാണിങ്സ് എല്ലാം കേൾക്കുമ്പോൾ കർത്താവ്, ഞങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്തിരിയുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ എന്ന് ദൈവത്തിന്റെ ആണയിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന പൈശാചികമായ ടീച്ചിങ്സിൽ നിന്ന് കർത്താവ്, ഞങ്ങളെ തളർത്തിക്കളയുന്ന പിശാചിന്റെ കുറ്റാരോപണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് കർത്താവ്, സമാധാനത്തിന്റെ സുവിശേഷം ഞങ്ങളെ സ്വതന്ത്രരാക്കി ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ആക്കി വെക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവന്റെ 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 നാമത്തിൽ തന്നെ ആമേൻ.